വി.ഡി. സതീശൻ ക്യാബിനറ്റ് പട്ടിക അംഗീകരിച്ച് ഗവർണർ. മുഖ്യമന്ത്രിക്ക് ധനകാര്യം, തുറമുഖം, പൊതുഭരണം, നിയമം എന്നീ വകുപ്പുകൾ. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ രമേശ് ചെന്നിത്തലയ്ക്കാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് ഐ.ടി, വ്യവസായം എന്നീ വകുപ്പുകൾ. കെ. മുരളീധരന് ആരോഗ്യ വകുപ്പും ദേവസ്വവും. സണ്ണി ജോസഫിനാണ് വൈദ്യുതി വകുപ്പ്. ആർ റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, 3 ദിവസത്തിന് ശേഷം വകുപ്പുകളിൽ പൂർണ്ണ തീരുമാനമായിരിക്കുന്നു. മാധു, വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനം ഏതാണ്ട് രാവിലെയാവുകയും പിന്നീട് ലോക് ഭവന് ഈ പട്ടിക കൈമാറുകയും ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഏതായാലും ഗവർണർ ഈ പട്ടികയ്ക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. ഇപ്പോൾ പൊതുഭരണ വകുപ്പ് ഏറെ വൈകാതെ വിജ്ഞാപനം പുറപ്പെടുവിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ ചില മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ രാത്രി വരെ KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പായിരുന്നു. പക്ഷേ ഇന്ന് പകൽ അവസാന ഘട്ടത്തിൽ അത് ചർച്ചകളിലൂടെ ആ വകുപ്പിൽ മാറ്റം വന്നു. വൈദ്യുതി വകുപ്പായി സണ്ണി ജോസഫിന് എന്നതാണ് പ്രത്യേകത. നേരെ മറിച്ച് റവന്യൂ വകുപ്പ് നേരെ AP അനിൽകുമാറിന് കൈമാറി. കാരണം ഇന്നലെ അതിൽ ദേവസ്വം വകുപ്പ് AP അനിൽകുമാറിനായിരുന്നെങ്കിൽ ഇന്ന് ദേവസ്വം വകുപ്പ് വീണ്ടും കെ. മുരളീധരൻ്റെ കൈകളിലേക്ക് എത്തുന്നു എന്നാണ്. തൊഴിൽ വകുപ്പ് നേരെ ബിന്ദു കൃഷ്ണയുടെ കൈകളിലെത്തുന്നു. അങ്ങനെ വകുപ്പുകളിൽ നേരിയ മാറ്റം. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറി മുസ്ലിം ലീഗ്. അതിന് പകരമായി ഫിഷറീസ്, ഗ്രാമവികസന വകുപ്പുകൾ കോൺഗ്രസ് മുസ്ലിം ലീഗിന് വിട്ടു നൽകി. ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഏറെ വൈകാതെ അതൃപ്തി പരസ്യമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏറ്റവും ജനകീയമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധ്യതയുള്ള വകുപ്പ് കോൺഗ്രസ് കൈവിട്ടു എന്ന ഒരാക്ഷേപമാണ് നേതാക്കൾക്കിടയിൽ ഉയരുന്നത്. ഏതായാലും വകുപ്പുകളായി ഇനി മന്ത്രിമാർക്ക് അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതരാകാൻ കഴിയും. കാരണം കഴിഞ്ഞ ഏതാണ്ട് 48 മണിക്കൂറോളം മന്ത്രിമാർക്ക് അവ്യക്തതയായിരുന്നു വകുപ്പ് സംബന്ധിച്ച തീരുമാനം വൈകുന്നതിൽ. അവർക്ക് അവരുടെ ജോലികളിൽ വ്യാപൃതരാകാൻ കഴിയാതെ പലരും ഗസ്റ്റ് ഹൗസുകളിലും MLA ഹോസ്റ്റലുകളിലും ക്യാമ്പ് ചെയ്യുകയായിരുന്നു. കാരണം പലയിടങ്ങളിലും അവർക്ക് അനൗദ്യോഗിക യോഗമൊക്കെ വിളിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിലൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം അനൗദ്യോഗികമായിട്ട് നടത്തുകയായിരുന്നു. കാരണം മഴക്കാല രോഗങ്ങൾ, പകർച്ചവ്യാധികൾ പടരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിലൊക്കെ ചില ഇടപെടലുകൾ മന്ത്രിയുടെ ഭാഗത്ത് വേണം. അതുകൊണ്ട് തന്നെയാണ് വകുപ്പ് വൈകിയാൽ ഉണ്ടാകുന്ന തിരിച്ചടിയെക്കുറിച്ച് മുന്നറിയിപ്പൊക്കെ നൽകിയത്. ഏതായാലും ഒടുവിൽ മാരത്തോൺ ചർച്ചകൾക്ക് ഒടുവിലാണ് മന്ത്രിസഭ അവരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായത്. ഇനി അല്പസമയത്തിനകം തന്നെ വിജ്ഞാപനം പുറത്തിറങ്ങും. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ വിജ്ഞാപനം പുറത്തിറങ്ങും. വകുപ്പുകളിൽ തീരുമാനമായിരിക്കുന്നു. ജനപ്രിയ തീരുമാനങ്ങളുമായി VDS സർക്കാരിന്റെ 2ാം മന്ത്രിസഭ